നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു വിവാഹ തടസ്സത്തിനെ കുറിച്ചാണ്. ജ്യോതിഷപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം ഈ പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ബാധ ഒഴിപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ കഥ രൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വിവാഹ തടസ്സം. കാരണം എൻ്റെ അടുത്ത് ഞാൻ ആഴ്ച 3 ദിവസം ജ്യോതിഷം നോക്കാനായിട്ട് തിരുവനന്തപുരത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. പലവിധ വിഷയങ്ങളായിട്ടാണ് വരുന്നത്. എങ്കിലും എനിക്കധികം വിഷമമായി തോന്നിയിട്ടുള്ള, ഒരുപാട് ചതിയിൽ അകപ്പെട്ടു പോകുന്ന സാധാരണ മനുഷ്യരുടെ ഇടയ്ക്ക് വരുന്ന ഒരു വിഷയമാണ് വിവാഹ തടസ്സം. വിവാഹം നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ചില കാരണങ്ങൾ ഈ വീട്ടുകാർക്ക് കല്യാണം കഴിപ്പിച്ച് വിടാൻ താല്പര്യമില്ലാത്ത കേസ് വരെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു എപ്പിസോഡ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. മക്കളെയൊക്കെ നമുക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിന് ശേഷം അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അവരുടെ വരുമാനം മറ്റൊരു കുടുംബത്തിലേക്ക്, അതായത് അവർ കുടുംബമായി ജീവിക്കുമ്പോൾ അവരുടെ ഭർത്താവിനും കുട്ടികൾക്കും ചെലവാകാതിരിക്കാൻ വേണ്ടി ദുഷ്ടചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന രക്ഷകർത്താക്കളെ വരെ എനിക്ക് നേരിട്ടറിയാം. അതിനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ചില സഹോദര സ്ഥാനീയര്, ചില അച്ഛനമ്മ ഇല്ലാത്ത കുടുംബത്തില് ഈ സഹോദരൻ കഷ്ടപ്പെട്ട് സഹോദരിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിയുമ്പോൾ സഹോദരൻ ഇച്ചിരി പ്രായം കൂടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ തയ്യാറാകുമ്പോൾ ഈ സഹോദരിമാര് തന്നെ അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്തുക. ഇനി കല്യാണത്തിന് ആവശ്യമുണ്ടെന്ന്, അല്ലെങ്കിൽ നിനക്ക് കല്യാണം നടക്കില്ല, നിനക്ക് അങ്ങനത്തെ ദോഷമുണ്ട് ഇങ്ങനത്തെ ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞു വിടാതെ അവരുടെ അധ്വാനം, ശേഷിക്കുന്ന ജീവിതത്തിൽ അധ്വാനം കൂടി സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളും സഹോദരസ്ഥാനീയരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ അത് മനുഷ്യരുണ്ടാക്കുന്ന തടസ്സങ്ങളാണ്, അല്ലാതെ ജാതകം വഴി വരുന്ന തടസ്സങ്ങളെ കുറിച്ചാണ് ഇന്ന് പലരും ചോദിച്ചിട്ടുള്ളത്. അതായത് സർപ്പദോഷം കൊണ്ട് നമുക്ക് വിവാഹം സമയത്തിന് നടക്കാതിരിക്കാം, ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങൾ വരാം. പിന്നെ ഞാൻ പറയുന്നത് സർപ്പദോഷം കൊണ്ട്, അതുപോലെ സ്ത്രീ ശാപങ്ങളുണ്ട്, നാരീ ശാപം കൊണ്ടും വിവാഹം നടക്കാതിരിക്കാം, ചൊവ്വാദോഷം കൊണ്ട് നടക്കാതിരിക്കാം, ശത്രുദോഷങ്ങൾ കൊണ്ടും നമുക്ക് വിവാഹങ്ങൾ, സ്ത്രീക്കായാലും പുരുഷനായാലും ഒരു കുടുംബത്തിൽ ജനിക്കുന്നവർക്ക് വിവാഹം നടക്കാതിരിക്കാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ സർപ്പശാപം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവരവർ ചെയ്യുന്ന അതായത് നാഗങ്ങളെ തല്ലിക്കൊല്ലുകയോ ചെയ്യുന്നു, അതിൻ്റെ ഒന്നും ദോഷം കൊണ്ടല്ല, മുൻ തലമുറക്കാർ ചെയ്തു വെക്കുന്ന ദോഷങ്ങൾ കൊണ്ടാണ് ഈ വരുന്ന 4 തലമുറയിൽപ്പെട്ട 10 പേര് ജനിച്ചാൽ, ഈ കുടുംബത്തിൽ 10 പേര് ജനിച്ചാൽ 3 പേർക്കെങ്കിലും വിവാഹം നടക്കാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് സർപ്പദോഷം കൊണ്ട് വരുന്നതാണ്. അതിന് പരിഹാരങ്ങളുണ്ട്. അത് നമ്മൾ നാഗപൂജ അല്ലെങ്കിൽ ആയില്യത്തിന് നാഗക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വഴിപാടുകൾ നടത്തിയേക്കാണ് ചെയ്യേണ്ടത്. അത് ആദ്യം നമ്മളൊരു ജ്യോതിഷിയെ കണ്ടിട്ട് സർപ്പദോഷമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. സർപ്പദോഷം ഉണ്ടെങ്കിൽ ജ്യോതിഷിയെ കണ്ടിട്ട് അത് എത്രത്തോളം കഠിനമാണ്, അത് ഏത് രീതിയിൽ ചെയ്താൽ മാറും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ അതിനെ കണ്ടുപിടിച്ചതിന് ശേഷം പോയി പരിഹരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹ യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് സർപ്പദോഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കാളസർപ്പയോഗം എന്നൊക്കെ പറയുന്നത്. അത് ജാതകവശാൽ വരുന്നതാണ്. അതിനുമൊക്കെ ഉത്തമമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. അങ്ങനെ സർപ്പദോഷമുള്ളവരോ കാളസർപ്പദോഷമുള്ളവരോ ഒന്നും വിവാഹം നടക്കില്ല എന്നോ അല്ലെങ്കിൽ അവർക്ക് വിവാഹ യോഗമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് വിഷമിച്ച് നടക്കുന്നുണ്ട്. അത് കുടുംബക്കാർ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെയൊന്നും നിനക്ക് വിവാഹം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരുണ്ട്. പക്ഷെ അവർക്ക് കുടുംബക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചില ഈ പറഞ്ഞ് മടിപ്പിക്കൽ കൊണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഏത് ദോഷത്തിനും, വിവാഹം നടക്കാത്തത് മാത്രമല്ല നമുക്ക് ചുറ്റിനുമുള്ള ഏത് ദോഷത്തിനും ജ്യോതിഷത്തിൽ പരിഹാരങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മതി. സർപ്പദോഷം വഴിയാണ് ഏറ്റവും കൂടുതൽ വിവാഹ തടസ്സങ്ങൾ വരുന്നത്, വിവാഹം നടക്കാതിരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ പരിഹരിച്ചാൽ തീർച്ചയായിട്ടും വിവാഹ യോഗം ഉണ്ടാകും എന്നുള്ളതാണ്. അത് സർപ്പദോഷം എന്ന് പറഞ്ഞാൽ പല വിധത്തിലാണ്, അതിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ട് വേണം പരിഹാര മാർഗങ്ങൾ നമ്മൾ ചെയ്യുവാനായിട്ട്. പിന്നെ അടുത്തത് വരുന്നത് ചൊവ്വാദോഷമാണ്. ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ സംബന്ധിച്ച് ലഗ്നാലി 7-ലും പുരുഷനെ സംബന്ധിച്ച് ലഗ്നാലി 8-ലും കുജൻ നിന്ന് കഴിഞ്ഞാൽ അത് ചൊവ്വാദോഷം എന്ന് പറയും. അങ്ങനെ വരുന്ന അതായത്
സ്ത്രീക്ക് 7-ൽ വന്നാലോ പുരുഷൻ 8-ൽ വന്നത് കൊണ്ടോ മാത്രം ചൊവ്വാദോഷമൊന്നും ഉണ്ടാകില്ല. അത് നോക്കണം. അത് നോക്കി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അങ്ങനെ ദോഷം വരാറില്ല. അങ്ങനെ വരുന്നതിന് പോലും നിസ്സാരമായ പരിഹാരങ്ങൾ കൂടി വിവാഹം നടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പിന്നെ അടുത്തത് വരുന്നത് സ്ത്രീ ശാപം കൊണ്ടാണ്. നമ്മൾ ഈ ജന്മത്തിൽ തന്നെ, മുൻ ജന്മത്തിലുള്ള ദോഷങ്ങളൊന്നും അധികമായി നമ്മളെ ബാധിക്കാറില്ല. സ്ത്രീ ശാപം ഈ ജന്മത്തിൽ തന്നെ അത് സ്ത്രീക്കും പുരുഷനും വരുന്നതാണ്. പുരുഷ ശാപമുണ്ട്, സ്ത്രീ ശാപമുണ്ട്. നമ്മൾ ആരെങ്കിലും നമ്മൾ പറ്റിക്കുക, വഞ്ചിക്കുക, വിവാഹ വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ നമ്മൾ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടും ഏത് വിധത്തിലെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം അവർ ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഇടപെട്ട് ഇരുന്നു. പക്ഷെ നമുക്ക് അവരെ അവസാനം വേണ്ടാന്ന് തോന്നി കളഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ശപിച്ചു കഴിഞ്ഞാൽ, അവരുടെ മനസ്സെരിഞ്ഞ് പ്രാകിയാൽ അത് നമുക്ക് സംഭവിക്കാം. അതൊരു പുരുഷൻ പ്രാകിയാലും ഏൽക്കും, സ്ത്രീ പ്രാകിയാലും ഏൽക്കും. കാര്യം നമ്മളുടെ തെറ്റാണ്. നമ്മൾ അവരെ ചതിച്ചത് കൊണ്ടാണ്, ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ടാണ്. അപ്പോൾ അവരെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഉപേക്ഷിക്കുക. കാര്യം ഒരാളുടെ ജീവിതം വെച്ചിട്ട് നമ്മൾ കളിച്ചാൽ തീർച്ചയായിട്ടും അത് അവരുടെ ഭാഗത്തു നിന്നും ശരി ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലാതെ ഒരു പുരുഷനോടൊപ്പം, ഒരു പുരുഷനെ സ്നേഹിക്കുന്നതോടൊപ്പം മറ്റ് 3 പുരുഷന്മാരോടൊപ്പം ചാറ്റ് ചെയ്യുന്ന ചില സ്വഭാവക്കാരുണ്ട്. അത് സ്ത്രീയിലും പുരുഷനുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് ശപിച്ചാലൊന്നും ആർക്കും ഒന്നും ഏൽക്കില്ല എന്നാണ്. അങ്ങനെ ആണെങ്കിൽ പോലും, അതായത് നാരീ ശാപം അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷന്റെ ശാപം ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം നമുക്ക് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകാം. അതുകൊണ്ടും വിവാഹ തടസ്സങ്ങളൊന്നും ആർക്കും വരില്ല, വിവാഹം നടക്കാതിരിക്കില്ല എന്നുള്ളതാണ്. അടുത്തതായി വരുന്ന ശത്രുദോഷങ്ങളാണ്. ചില കുടുംബങ്ങളിൽ വരുന്ന ശത്രുദോഷങ്ങൾ, അത് ബന്ധുക്കൾ തമ്മിലാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലാകാം, അല്ലെങ്കിൽ അയൽവക്കം തമ്മിലാകാം. പല വിധത്തിൽ ശത്രുദോഷം വരാം. ശത്രുദോഷത്തിന് പ്രത്യേകിച്ച് നിസ്സാര കാരണങ്ങൾ മതി. നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ച് ജോലി കിട്ടിയാലും ശത്രുദോഷം വരാം. നമ്മൾ വാടക വീട്ടിൽ കിടന്നിട്ട് സ്വന്തമായിട്ട് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് കുറച്ച് നല്ല രീതിയിലൊരു വീട് വെച്ച് നല്ല രീതിയിലൊരു കളറൊക്കെ അടിച്ച് ആ വീട്ടിൽ താമസമാക്കി, അതും നമുക്ക് ശത്രുദോഷമായിട്ട് വരാം. ഇതുപോലെ എല്ലാം, അതായത് നശിച്ചു കിടന്നവൻ ഒരിക്കലും നന്നാകാൻ പാടില്ല. നശിച്ചു കിടന്നവൻ നശിച്ചു തന്നെ ജീവിക്കണം. അവന്റെ ജീവിതം എന്നും ദാരിദ്ര്യത്തിലേക്ക് തന്നെ പോയാൽ ഒരിക്കലും നമുക്ക് ശത്രുദോഷം വരില്ല. പക്ഷെ നമ്മുടെ അധ്വാന ഫലം കൊണ്ടോ നമ്മുടെ ഈശ്വരന്റെ അടുത്തുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ദൈവം നമ്മളെ സഹായിച്ച് നമ്മൾ ഒരുവിധം നന്നായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശത്രുദോഷങ്ങൾ വരും എന്നുള്ളതാണ്. മനുഷ്യ സഹജമാണ് ശത്രുദോഷം. അങ്ങനെ വരുന്നതിലും അത് പല വിധത്തിൽ വരാം. ജോലി, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സം, ജോലി തടസ്സം, നമ്മുടെ വരുമാന തടസ്സം, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭാവി ഇല്ലാതാകുക, അത് വിവാഹ പ്രായം എത്തി നിൽക്കുന്നവർക്കൊരു വിവാഹം നടക്കാതിരിക്കുക. അങ്ങനെ വന്നാലും ഈ വിവാഹ തടസ്സം നമ്മളുടെ കുടുംബത്തിലേക്ക് ഉണ്ടാകാം അതിനും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ ഇതൊരു വിഷയം എടുക്കാൻ കാര്യം, എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ 3 ദിവസം ഞാൻ തിരുവനന്തപുരത്തുണ്ടാകും. ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിരാശയോടുകൂടിയാണ് വരുന്നത്. ഇച്ചിരി പ്രായമൊക്കെ ആയി 35, 40, 50 വയസ്സൊക്കെ കഴിഞ്ഞവർ വരെ സ്ത്രീകളും പുരുഷന്മാരും വരുന്നുണ്ട്. അവർക്ക് ഇങ്ങനത്തെ ദോഷങ്ങളുണ്ട്, ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ട് വിവാഹം നടക്കില്ല. പക്ഷെ ഇപ്പോൾ ഒരാഗ്രഹം, ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതം കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വരുന്നു. അപ്പൊ കേൾക്കുമ്പോൾ എല്ലാവർക്കും അതൊരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. അവരുടെയൊക്കെ ജീവിതം, അവരിന്ന് ഇതുവരെയും അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ഇപ്പോ അവർ സംരക്ഷിച്ചവരെല്ലാവരും ഓരോരോ കുടുംബങ്ങളായി അവരവരുടെ ജീവിതം നോക്കി പോകുമ്പോൾ ഇവർ ഒറ്റപ്പെട്ടു പോകുന്നൊരു തോന്നല് ഇവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഇനിയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് വരുന്നത്. അപ്പൊ വരുന്ന കുഴപ്പം, ഈ നമ്മളെ ദോഷങ്ങൾ മാറ്റിക്കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. അവരുടെ പ്രായം, അതുപോലെ അവരുടെ ആരോഗ്യം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ചിലപ്പോൾ നടക്കാതെ വരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ വിവാഹം നടക്കാതിരിക്കാൻ ജ്യോതിഷ വിധി പ്രകാരം വരുന്ന കാരണങ്ങളാണ്. സർപ്പദോഷം കൊണ്ട് വിവാഹം നടക്കില്ല, നാരീശാപം കൊണ്ട് നടക്കില്ല, ശത്രുദോഷം കൊണ്ട് നടക്കില്ല, ചൊവ്വാദോഷം കൊണ്ടും വിവാഹം നടക്കാതിരിക്കാൻ സാധ്യതകൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാം. അത് പൂർണ്ണമായും നടക്കില്ല എന്നല്ല പറയുന്നത്, അതിന് തടസ്സങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എത്ര വലിയ തടസ്സമായാലും അതെല്ലാം മാറ്റി നമ്മുടെ കുട്ടികളെ സന്തോഷകരമായ നല്ല ദാമ്പത്യ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുവാനുള്ള മാർഗങ്ങൾ വരെ നമ്മുടെ ഈ ജ്യോതിഷവിധി പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ആരും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ടുള്ള നല്ല പരിഹാരങ്ങൾ നല്ല കർമ്മികളെ കൊണ്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വിവാഹ തടസ്സം എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഇതൊരു വലിയ കടമ്പയെന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഈ ഒരു മേഖലയിൽ, ജ്യോതിഷപരമായിട്ടുള്ള ഈ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്കിത് ഒരുപാട് അറിയാം. ഒരുപാട് പേരുടെ വിഷമങ്ങളാണ്. അവർ ഈ പറഞ്ഞ അവരുടെ ഒരു പ്രായം, അതായത് വിവാഹ പ്രായം എത്തുമ്പോൾ അവർ അതിലേക്കൊന്നും കടക്കാതെ
മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എനിക്ക് സർപ്പദോഷമുണ്ട്, ശത്രുദോഷമുണ്ട്, നരീശാപമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചൊവ്വാദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പരിഹരിക്കാൻ പോകാതെയൊക്കെ അവരിങ്ങനെ നടക്കും. ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ, ഇല്ലെങ്കിൽ നാളെ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു സാധ്യതയും ഇല്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു ജീവിതത്തിൽ എന്ന് തോന്നുമ്പോൾ അവർ പരിഹാരം തേടി ഞങ്ങളെ പോലുള്ളടത്ത് വരുന്നു. അപ്പോഴത്തേക്ക് എന്താണ് പറഞ്ഞ ഈ പല്ലു കൊഴിഞ്ഞ സിംഹം പോലെ ആയിപ്പോയി. പിന്നെ ചില സിനിമകൾ ചോദിക്കുന്നത് പോലെ നീ എന്തിനാ ഇനി വിവാഹം കഴിക്കുന്നത്, ആ ഒരു ചോദ്യം അവരുടെ മുന്നിലേക്ക് എല്ലാവരും ചോദിക്കും. ഇത്രയും പ്രായമായാലും ഇനി നീ എന്തിനു വിവാഹം കഴിക്കുന്നു ചോദിക്കും. അപ്പം ഈ ചോദിക്കുന്നവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല അവര് ആഗ്രഹിക്കുന്നത്. അവർക്കൊരു കൂട്ട്, പ്രായമായി കഴിയുമ്പോൾ അവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു വരുന്നു, ഇനി ഒറ്റയ്ക്ക് അവർ ജീവിക്കേണ്ടി വരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ, സുഖമില്ലാതായ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുവാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങി കൊടുക്കുവാനോ, ഒരു നേരത്തെ ആഹാരം വെച്ചു കൊടുക്കുവാനോ ഒരു കൂട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് എല്ലാം കൊഴിഞ്ഞു തീരുമ്പോൾ അങ്ങനെ ഒരു കൂട്ട് അന്വേഷിച്ചാൽ മിക്കവാറും കിട്ടാറില്ല. എന്തുകൊണ്ട് ആ കൂട്ട് ഇതുവരെ നമുക്ക് നേടാൻ പറ്റിയില്ല? ഇങ്ങനെയുള്ള ചില ദോഷങ്ങളും അതിനെ പറ്റി പേടിപ്പിക്കുന്ന ചില കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും വെറുതെ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ ഇത്രയും വിവാഹ തടസ്സമുണ്ടാക്കുന്ന ദോഷങ്ങൾ ഒന്നുകൂടി പറയാം: ശത്രുദോഷം, സർപ്പദോഷം, ചൊവ്വാദോഷം, നാരീശാപം. ഇതാണ് പ്രധാനമായും വിവാഹ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം വളരെ ലളിതമായ രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ ജ്യോതിഷത്തിലുണ്ട്. അങ്ങനെ പരിഹാരങ്ങൾ ചെയ്ത് വിവാഹം കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു, അത് പരിഹാരമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവര് നല്ല ജ്യോതിഷികളെ കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം വിവാഹം അതൊരു കൃത്യസമയത്തിന് തന്നെ നമ്മൾ കഴിക്കണം. ആഹാരം കഴിക്കും പോലെ തന്നെയാണ്. ഒരു സമയത്തിന് കൃത്യസമയത്തിന് ആഹാരം കഴിച്ചില്ലേ നമുക്ക് ക്ഷീണം വരും, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നത് പോലെ കൃത്യമായ സമയത്തിന് വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബ ജീവിതം അത് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് വിജയവും ദീർഘായുസ്സും നമുക്കുണ്ടാകും. അതിൻ്റെ ഒരു സംശയം വേണ്ട, നല്ല കുടുംബജീവിതമായാൽ. അപ്പോൾ വിവാഹം നടക്കില്ല എന്നുള്ളവർക്ക് വിവാഹം നടക്കാനുള്ള ഒരുപാട് വഴികൾ ജ്യോതിഷത്തിലുണ്ട്. അങ്ങനെ നടത്തുമ്പോൾ ഉചിതമായ ദമ്പതികളെ കൂടി തിരഞ്ഞെടുത്താൽ ദീർഘായുസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഒരു പരമമായ സത്യം. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലായാലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.